ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യേശുക്രിസ്തു നിറമുള്ളവനായിരുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഏവർക്കും അവനിൽ നിന്ന് പകർന്നു നൽകുവാൻ തക്കവണ്ണം നിറവുള്ളവനായിരുന്നു. യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മനുഷ്യരുടെ ഇടയിൽ ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിൽ നിറഞ്ഞു നിന്നത് കൃപയും സത്യവുമായിരുന്നു. മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാൻ കൃപ നിറഞ്ഞവനായി, സത്യം നിറഞ്ഞവനായി വന്നു. യേശുവിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപ തന്നെ പരമേൽപ്പിച്ചയച്ച ദൈവത്തിൻ്റെ ശുശ്രൂഷ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം എന്നുള്ളതായിരുന്നു. അത് ക്രൂശിൽ സമ്പൂർണമായി നിറവേറ്റത്തക്കവണ്ണം യേശു ക്രിസ്തുവിൽ ആ കൃപ വ്യാപരിച്ചു. തൻ്റെ ജീവിതം സത്യം നിറഞ്ഞതായിരുന്നു. യേശു പോഷ്കൊന്നും പറഞ്ഞിട്ടില്ല. സത്യം നിറഞ്ഞു നിൽക്കുന്ന ഒരുവനിൽ നിന്ന് പോഷ്ക് ഒന്നും പുറത്തു വരികയില്ല. കൃപ നിറഞ്ഞു നിൽക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് കൃപ കൂടാതെ ഒന്നും പുറത്തു വരികയില്ല. അവൻ്റെ അടുക്കൽ വന്ന് എല്ലാവർക്കും കൃപ പകരുവാൻ, കൃപയുടെ മേൽ കൃപ പകരുവാൻ യേശുവിൽ കൃപ നിറഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ജീവൻ നിറഞ്ഞവനായിരുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ആരംഭവാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി തീർന്നു. യേശു ജീവൻ നിറഞ്ഞവനായിരുന്നു. ആ ജീവനിൽ നിന്നാണ് പാപത്താൽ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ ഉള്ളിലേക്ക് വെളിച്ചമായ അനുഭവത്തെ പകരുന്നത്. തൻ്റെ അടുക്കൽ വരുന്നവർക്ക് തൻ ജീവൻ പകരുവാൻ പര്യാപ്തമായ നിറവുള്ളവനായിരുന്നു. നമ്മൾ വായിക്കുന്നു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. യേശുവിനെ ഭക്ഷിക്കുന്നവൻ യേശു മൂലം ജീവിക്കും. ജീവനില്ലാത്തവർക്ക് ജീവന്റെ നിറവ് പകരുവാൻ യേശുവിൽ നിറവുണ്ടായിരുന്നു. ലൂക്കോസ് 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നു, ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് നിറഞ്ഞവനായിരുന്നു യേശു ക്രിസ്തു. അവൻ്റെ നിറവിൽ നിന്ന് തൻ്റെ അടുക്കൽ വരുന്ന ഏത് മനുഷ്യനെയും ആത്മാവ് കൊണ്ട് നിറയ്ക്കുവാൻ യേശുവിൻ്റെ പക്കൽ നിറവുണ്ടായിരുന്നു. സ്തോത്രം. യേശുവിൻ്റെ പക്കൽ സ്നേഹത്തിൻ്റെ നിറവുണ്ടായിരുന്നു. യേശു എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു. സ്നേഹം അല്ലാതെ ഒന്നും യേശുവിൽ നിന്ന് പുറത്തു വന്നില്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമ്മളിൽ വ്യാപരിക്കേണ്ടത് ആ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച നിറവാണ്. യേശുക്രിസ്തു ആത്മാവ് നിറഞ്ഞവനായിരുന്നത് പോലെ ആത്മാവിൻ്റെ ബലങ്ങളാൽ നിറയപ്പെട്ടവരായി യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്കിടയായിത്തീരണം. യേശു കൃപ നിറഞ്ഞവനായിരുന്നത് പോലെ നമ്മൾ കൃപ നിറഞ്ഞവരായി ജീവിക്കുവാൻ ഇടയാകണം. യേശു സത്യത്താൽ നിറഞ്ഞതുപോലെ നമ്മളും സത്യത്തിൽ നിറഞ്ഞവരായി ജീവിക്കുവാനിടയായി തീരണം.
യേശു ആത്മാവിൽ നിറഞ്ഞതുപോലെ നമ്മളും ആത്മാവിൽ നിറഞ്ഞവരായി ജീവിക്കുവാനിടയായി തീരണം. ആത്മാവ് നിറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരും. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ കേൾക്കുന്ന ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അവരുടെ രോഗങ്ങളെ, അവരുടെ ദുഃഖങ്ങളെ, അവരുടെ പ്രതിസന്ധികളെ, അവരുടെ വേദനകളെ, അവരുടെ മുറിവുകളെ, അവരനുഭവിക്കുന്ന സകല യാതനകളിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കണം. ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകരണമേ. ആത്മശക്തി, ആത്മബലം അവരുടെ മേൽ പകരണമേ. ഞങ്ങൾ കേട്ടതുപോലെ യേശുക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ നിറവിൻ്റെ മേൽ നിറവുള്ളവരായി, കൃപയുടെ മേൽ കൃപയുള്ളവരായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ അവിടുത്തെ നിറവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരംശം, ഞങ്ങളിലിരിക്കുന്ന നിറവ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, ചരിത്രത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനിടയാക്കും. ഇന്ന് പകൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, അത്ഭുതമാക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.